മാസം മുമ്പ് വെള്ളത്തിൽ മുക്കി വെച്ച നമ്മുടെ ലാക്കോർ ഗ്ലാസ് കിച്ചൺ പൊങ്ങി വരുന്ന പൂരത്തിന് അമിട്ട് കത്തിക്കുന്നത് മക്കളെ തീ പിടിക്കുന്നതാണ്. എന്റെ അപ്പൊന്നെ ലീക്കോപ്പയുടെ ഗ്ലാസ് കിച്ചനെ തീ പിടിച്ച് കല്ല് കെട്ടി തൂക്കിയിട്ടും ഒരു പ്രശ്നമില്ല, കല്ല് മേലെ വെച്ചിട്ടും പ്രശ്നമില്ല. ലീക്കോപ്പ കണ്ടതൊക്കെ ഫോർവേഡ് വേണമെന്ന് പറയുമ്പോഴേക്ക് താഴ്ന്നും ഒരു കൗണ്ടർ വരുന്നുണ്ട്. അപ്പൊ നമ്മളോട് നമ്മുടെ സ്വന്തം ഫിറോസ് ഭായി നമ്മളെ കൂടിയുണ്ട്. ഫിറോസ് ഭായി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണല്ലേ? കാരണം ശരി 3-4 മാസമായിരുന്നു ഞാൻ നിങ്ങളൊരു 10-12 തവണ ഫോൺ വിളിച്ചിട്ടുണ്ടാവും അല്ലെ? കാരണം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാരൊക്കെ പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം. നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോയുടെ ഗ്ലാസ് കിച്ചൺ ഡൗട്ട് ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് അന്ന് പറഞ്ഞു സുഹൃത്തെ കുറച്ചാൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് സാധനം എല്ലാം സെറ്റായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നല്ലേ? ഞാൻ എന്നെ പ്രധാനം നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. എന്തൊക്കെയാണ് ഡൗട്ട് എന്ന് ചോദിച്ചോ, എല്ലാം ഞാൻ ക്ലിയർ ആക്കി. ഡൗട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ലീക്കോപ്പയുടെ ഈ 2300 രൂപയുടെ ഈ ഒരു സാധനം, അതായത് നമ്മുടെ ലാക്കോയുടെ ഗ്ലാസ് കിച്ചൺ. അതിനുള്ള എല്ലാവരും പ്രശ്നം ഇത് കുതിർന്നു പോവോ? മഴയത്ത് വെള്ളത്തിൽ കുതിർന്നു പോവോ? നശിച്ചു പോകുന്നില്ല. അതായത് കുതിർന്നു പോവോ, നശിച്ചു പോവോ, അതുപോലെ ചളി പിടിക്കുവോ, പിന്നെ അതുപോലെ ചെതല് പിടിക്കുവോ, പിന്നെ അതുപോലെ കറ പോവൂലേ? ഇത് ഗ്ലാസ് ആണല്ലോ, അതൊരു ഡൗട്ട്. എസ്പെഷ്യലി നമ്മളെ ഇപ്പൊ വെള്ളപ്പൊക്കവും ഈ പ്രളയിലെ നാടാ ഇപ്പൊ കേരളം. അപ്പൊ കേരളം നമ്മൾ കൂടുതൽ കസ്റ്റമർ കേരളത്തിലല്ല മൊത്തം ഉണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ ഡൗട്ട് വെച്ചാൽ തീ. ഇത് കിച്ചണിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഇത് കാണുമ്പോ പ്ലാസ്റ്റിക് പോലുണ്ട്, ഗ്ലാസ് ഉണ്ട്, അങ്ങനെ സംഭവം ഡൗട്ട് ഉണ്ട്. അപ്പൊ തീ പിടിക്കുന്നില്ല രണ്ടാമത്തെ ഡൗട്ട്. മൂന്നാമത്തെ ഡൗട്ട് ഇതിന് ഉറപ്പുണ്ടോന്ന്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നല്ലതാണോ, സ്റ്റീലാണോ, എന്താണെന്നായിരിക്കും. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഗ്ലാസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഡൗട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. സുമിത് ഭായി എന്ന് പറഞ്ഞ പോലെ 3-4 മാസമായി തോന്നുന്നല്ലേ സുമിത് ഭായി? 5 മാസമായി. 5 മാസത്തോളായി നമ്മളത് ഒതുക്കി കിട്ടുന്നതുകൊണ്ടാണ്. അതെ, അല്ല ഞാനും തിരക്കിലായിപ്പെട്ടു. നിങ്ങൾ എന്നോട് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു എക്സ്പെരിമെന്റ്, ലൈവ് എക്സ്പെരിമെന്റ് അങ്ങ് ചെയ്തേക്കാൻ വിചാരിച്ചു. ആ ലൈവ് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിയുടെ ഒരു സെറ്റപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മിനി സ്റ്റുഡിയോ സെറ്റപ്പ്, ഒരു ശരിക്കും ഒരു എക്സ്പെരിമെന്റ് സ്റ്റുഡിയോ ആക്കിയിട്ടുണ്ടല്ലേ? ഒരു ടെക്നിക്കൽ സെറ്റപ്പിൽ നമ്മള് എന്താ പറയാ ലാക്കോയുടെ ഗ്ലാസ് കിച്ചൺ. അതായത് നമ്മൾ വെറും 2300 രൂപയ്ക്ക് ആൾക്കാർക്ക് ഡൗട്ടാണ് ഈ 2300 രൂപയ്ക്ക് ഇത്രയും നല്ല സാധനം കിട്ടുമോ എന്നുള്ള ഡൗട്ട്. 2300 രൂപയ്ക്ക് എങ്ങനെയാണ് ലാക്കോയുടെ ഗ്ലാസ് കിച്ചൺ കൊടുക്കാൻ പറ്റുന്നത്? മൾട്ടിവുഡിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? കാരണം വെച്ചാൽ പല രാജ്യത്തൊക്കെ ഇതിന് ഭയങ്കര വിലയാണ്. ഇപ്പൊ ഗൾഫ് GCC-യിലാണെങ്കിലും യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ ഉപയോഗിക്കുന്നത് മൾട്ടിവുഡിന് പകരം അലുമിനിയം, എന്നിട്ടും ഭയങ്കര റേറ്റ് ആണ്. 2300 അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പ്രൊഫൈൽസ് വ്യത്യാസമുള്ള പ്രൊഫൈലാണ് കൊടുക്കുന്നത്. അത് ക്യാബിനും കാര്യങ്ങളൊക്കെ മൾട്ടിവുഡ് അല്ല, അലൂമിനിയം ലോക്കൽ പ്രൊഫൈൽസ് ഒക്കെ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് 2300 കൊടുക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് 2300 രൂപക്ക് മൾട്ടിവുഡ് ലാക്വുഡ് ഗ്ലാസ് ആണ്. അതായത് ഗമ്മിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല, എല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഫസ്റ്റ് ക്വാളിറ്റി. അത് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുന്നതിന് ശേഷം മാത്രമേ കമ്പനിയിൽ നിന്ന് ഡെസ്പാച്ച് കൊടുക്കൂല. അതെ, അത്രയും എക്സ്പെരിമെന്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതെ, ഒരു കസ്റ്റമർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡെസ്പ് ആവാൻ പാടില്ല. 100% ഹാപ്പി. കാരണം ഒരു മനുഷ്യന്റെ ആയുഷ്കാല സ്വപ്നമാണ് ഒരു വീട് പറയുന്നത്. ആ വീട്ടിലൊരിക്കലും നമ്മൾ ചതിക്കാനും പാടില്ല, അവർ ചതിക്കപ്പെടാനും പാടില്ല. അത് നമ്മുടെ ലീക്കോപ്പന്റെ ഒരു എന്താ പറയാ മോട്ടീവാണ് അല്ലേ? നമ്മുടെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കൊടുക്കുന്ന സാധനം 100% പെർഫെക്റ്റ് ആയിരിക്കും. അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ കൊടുക്കരുത് എന്നാണ് എന്റെ ടീമിന്റെയും എന്റെ കമ്പനിന്റെയും പോളിസി. അതുകൊണ്ട് 2300 രൂപക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് തെളിയിച്ച് കാണിച്ചു തരും. ഈ വീഡിയോയോടുകൂടി നമ്മൾ ലീക്കോപ്പയുടെ ലാക്കോയുടെ ഗ്ലാസ് കിച്ചന്റെ ക്വാളിറ്റിയാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ശേഷം ഒരുപാട് വീടുകളിലൊക്കെ ഇത് ചെയ്തു, എല്ലാവരും ഹാപ്പിയാണ്. ഇനി വീട് പണി നടക്കുന്ന ആൾക്കാർ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ഏത് എക്സ്പീരിയൻസ് കാണാം? നമുക്ക് ഈ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകുന്ന ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. വെള്ളം കയറിയ പ്രശ്നമുണ്ടോ? അത് നമ്മൾ കാണാം. എങ്ങനെ കാണിക്കാൻ വേണ്ടി പോകുന്നത്? ഇതിപ്പോ നമ്മൾ ഡെമോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണെന്നുള്ളത്. അപ്പൊ നമ്മള് അത് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മളിപ്പോ ആദ്യം ഉണ്ടല്ലോ നമ്മുടെ ലീക്കോപ്പയുടെ നമ്മുടെ ലാക്കോയുടെ ഗ്ലാസ് കിച്ചന്റെ ഒരു ഡെമോ. വെള്ളം കയറിയാൽ നമ്മുടെ ഈ സാധനം നശിച്ചു പോവോ? അതൊക്കെ ഇതെന്താ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടോ ചെയ്യാൻ വേണ്ടിട്ട്? അതിന്റെ ഉള്ളിൽ എന്നാ ഒരു പെട്ടി കാണുന്നത്? ഇത് നമ്മുടെ കിച്ചന്റെ ഒരു മോഡല്, ചെറിയൊരു മിനി. നമ്മളെ ലീക്കോപ്പയുടെ അതായത് കിച്ചൺ, നമ്മൾ ഗ്ലാസ് കിച്ചൺ ചെയ്യാൻ
വെള്ളം കണ്ട മക്കളൊക്കെ വെള്ളം നോക്കിയാ അതായത് ഉണ്ടല്ലോ നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചന്റെ ഒരു മിനി മോഡലാണ്. ഇത് എപ്പിട്ട് വെച്ചേക്ക, ഇത് ജസ്റ്റ് നോക്കിക്കോട്ടാ. ഇത് നമ്മൾ ഈ പെട്ടിയാണ്. ഇത് വെള്ളം ഒന്ന് തള്ളിയിട്ടേക്കാം, തള്ളിയിട്ടേ നോക്കട്ടെ, ഒരിക്കൂടെ അതിലിട്ട് മുക്കിപ്പൊക്ക്. ഈ സാധനം കണ്ടോ നോക്കിയാ. ഇത് നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചന്റെ ഒരു ഡെമോ ആണ്, ചെറിയൊരു ഒരു മിനിയേച്ചർ. ഇത് എപ്പിട്ട് വെച്ചാണ്. ഇതാണ് വെള്ളത്തില് മുങ്ങിട്ട് 4 ദിവസം പൊട്ടിയാണിത്. ഇതാണ് നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ. ഒരു പ്രശ്നമില്ല, ഇല്ല. കുട്ടികളൊക്കെ കുളിപ്പിക്കുന്നില്ലേ, സ്വിമ്മിംഗ് പൂളിൽ കുളിപ്പിക്കുന്ന പോലെ അതേ ലാഘവത്തില് നമുക്ക് ഇങ്ങനെ കുളിപ്പിച്ചതാ ഇതുപോലെ കുട്ടപ്പനാക്കി എടുക്കാൻ പറ്റും. 4 ദിവസം മുമ്പ് വെള്ളത്തിൽ മുക്കി വെച്ച നമ്മുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ പൊങ്ങി വരുന്നത്. അതായത് വാട്ടർ പ്രൂഫ് ആണെന്നുള്ള കാര്യത്തിൽ വേറെ ഡൗട്ടിന്റെ ആവശ്യമില്ല അല്ലേ. ഇത്രയും വലിയൊരു എക്സ്പെരിമെന്റ് വേറെ ആരും ചെയ്ത് കാണിക്കൂല. പറയാം ജസ്റ്റ് നമുക്ക് അപ്പൊ പുറത്തു വെക്കേണ്ടത് അത് പുറത്തേക്ക് പോവാം. നമുക്ക് ജസ്റ്റ് ഉണ്ടല്ലോ നോക്കിയാ. ഈ സാധനം നിങ്ങൾ നോക്കിക്കോ. നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ ഒരു 3 ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചത്. 3 ദിവസം മുമ്പ് ഇട്ട് വെച്ചാണ്. ഈ സാധനം നോക്കിക്കോട്ടെ. ജസ്റ്റ് 4 ദിവസം അല്ലേ, 4ാമത്തെ ദിവസമായത്. തിരിഞ്ഞിരിക്കും, നമുക്ക് നോക്കിയാലോ. ഇതിപ്പോ ഇതിന്റെ ശരിക്കും ക്വാളിറ്റി ഇപ്പൊ വെള്ളത്തിൽ നമുക്ക് വന്ന പ്രശ്നം വരാത്ത കാരണം എന്താ? ഇത് PVC ബോർഡാണ് ഉപയോഗിക്കുന്നത്. 100% PVC ബോർഡ്, മൾട്ടിവുഡിന്റെ ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒരു വർഷമില്ല. ഇത് പ്ലൈവുഡ് ആണ് ഇടുന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചൊരു പണിയാവും. അധികം മറൈൻ പ്ലൈവുഡ് ഇട്ട് കഴിഞ്ഞാലും വെള്ളം കുടിച്ചു കഴിഞ്ഞാല് പ്ലൈവുഡില് ചെതൽ ശല്യങ്ങള്, പ്രാണി ശല്യങ്ങൾ, പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവും. വെൽക്കം ചെയ്യും. ഇതിന് പ്രശ്നം വരുന്നില്ല. ഒരു പ്രശ്നം പ്രളയമല്ല, സുനാമി വന്നാൽ പോലും നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ ഒരു പ്രശ്നമില്ല. ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി ഒരു പ്രശ്നമില്ല. ഈ ഗ്ലാസ് പൊട്ടുവോ? ഈ ഗ്ലാസ്, അതായത് ഗ്ലാസ് പൊട്ടൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന്റെ അത് പൊട്ടും. അതായത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒരേ ഏരിയയിൽ 8 വട്ടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസും പൊട്ടും. അപ്പൊ നമ്മളെങ്ങനെ ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കിയാ പൊട്ടും. അതാണ് പൊട്ടിക്കാൻ നോക്കിയാ പൊട്ടും. മുട്ടിയെടുത്ത് അടിച്ചാ പൊട്ടും. കിച്ചണിൽ ആരും എന്തില്ല, വലിച്ചടിക്കൂലല്ല, പൊട്ടിക്കാൻ നിൽക്കില്ല. ഇതിങ്ങനെ തുറക്കുന്ന നടക്കുന്നു, ഒരു പ്രശ്നമില്ല. അത് പൊട്ടുവാന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിക്കാനായിട്ട് എന്ത് ശ്രമിച്ചു കഴിഞ്ഞാലും ഗ്ലാസ് പൊട്ടും. അത് ലാക്കോഡ് ഗ്ലാസ് ആയാലും പൊട്ടും, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആയാലും പൊട്ടും. ഇനി കാറിന്റെ ഗ്ലാസാകും പൊട്ടും, ബസ്സിന്റെ ഗ്ലാസാകും പൊട്ടും. ഈ ഗ്ലാസ് പൊട്ടും. പക്ഷെ തല്ലി പൊട്ടിച്ചാൽ മാത്രമേ പൊട്ടുള്ളൂ. സാധാരണ യൂസിനൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല, അതാണ് ചുറ്റി കടിച്ചാൽ പൊട്ടും. നോർമലി ഒരിക്കലും പൊട്ടൂല. ഗ്യാരണ്ടിയാണ്, ലീക്കോപ്പയുടെ ഗ്യാരണ്ടി. രണ്ടാമത് കാര്യം ചോദിച്ചോട്ടെ, ഇതിന് ചെതറ് പിടിക്കൂല. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടന്റ് ആയതുകൊണ്ട് ഒരിക്കലും ചെതറ് പിടിക്കൂല. ചെതറ് പിടിക്കില്ല. അപ്പൊ ആ ഡൗട്ട് തീർന്നു കിട്ടും. അപ്പൊ ഫിറോസ് ഭായി നമ്മുടെ വെള്ളത്തിൽ എക്സ്പീരിയൻസ് സംഭവം എന്തായാലും പൊളിച്ചിട്ടാ. കാരണം ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ കാരണം 3 ദിവസമൊക്കെ നമ്മുടെ ഇതൊരു കിച്ചൺ, നമ്മുടെ അടുക്കള വെള്ളത്തിൽ മുക്കി വെച്ച എക്സ്പീരിയൻസ് ഒന്നും യൂട്യൂബിൽ ഇല്ലാന്ന് തോന്നുന്നത്. നമ്മുടെ ഫോളോവേഴ്സ് ആരും കണ്ടിട്ടൊന്നും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടാ, നമുക്ക് നോക്കാലോ. ലോകത്ത് ആദ്യമായിട്ടെന്ന് പറയാം, ഇന്ത്യയിൽ ആദ്യമായിട്ടെന്ന് പറയാം, നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെന്റ് വേറെ ചെയ്തിട്ടില്ല. ഒരുപാട് കിച്ചൺ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ഇങ്ങനെ എക്സ്പെരിമെന്റ് കാണിക്കൂല. ഇനിയിപ്പോ നമ്മള് ദിവസം വെള്ളത്തിൽ കിടന്നിട്ടും ഇതിന് ഒരു പ്രശ്നമില്ല. തെളിവ് അതാണ് നമ്മുടെ തെളിവ് അല്ലെ, തെളിവ്. ഒരു പ്രശ്നമില്ല. ഓട്ടോ ക്ലോസ് ആട്ടോ, ആപ്പോ ഇപ്പൊ പരിപാടിയല്ല, ഓട്ടോമാറ്റിക് പൂട്ടിക്കോളൂ. ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുന്നുണ്ടോ, ഉന്തണ്ട ആവശ്യമില്ല. നമ്മൾ തുറന്ന് അടച്ചാൽ അങ്ങനെ ഓട്ടോമാറ്റിക് സെറ്റ് ആയല്ലേ. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൗട്ട്, തീ, ഫയർ, ആഗ് അല്ലെ, തീ പിടിക്കുമോ എന്നുള്ള സംഭവം. അതെങ്ങനെ തെളിപ്പിക്കാൻ പറ്റും? നമ്മളിതാ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച സാധനം 3 ദിവസം വെള്ളത്തിൽ കിടന്ന ഒരു സാധനമാണ് നിങ്ങൾ ഇത് കണ്ട്. ഇതന്നെ നമുക്കൊന്ന് തീ പിടിച്ചോക്കാം. ഇതന്നെ തീ പിടിപ്പിക്കാനാ? കത്തിച്ചോക്കാം. നിങ്ങൾക്ക് കത്തിക്കണ്ട, വേണ്ട, കത്തിച്ചോക്കാം. കത്തിച്ചോക്കാം. ഈ ഗ്ലാസ്സിൽ നമ്മളിപ്പോ കത്തിക്കണം. ഒന്ന് നോക്കലാ, അത്ര വാശി കത്തിക്കണം, നോക്കലാ. ഈ സാധനം ചിലപ്പോ തള്ളാന്നുള്ളത് ഉണ്ടാവും, ഡൗട്ട് ഉണ്ട്. കാരണം PVC-യും മറ്റേതൊക്കെ കത്താൻ ചാൻസിനൊക്കെ ഡൗട്ട് ഉണ്ട്. ഗ്ലാസ് കത്തോ, ഗ്ലാസ് പൊട്ടോ, സ്ക്രാച്ച് വരുമോ, പിടിക്കോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. തിന്നർ ഒഴിക്കുന്നുണ്ട്. അത് നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചന്റെ ഗ്ലാസിന്റെ മേലെയാണ് നമ്മൾ തിന്നർ ഒഴിക്കുന്നത്. PVC ഒഴിച്ചാൽ കത്തും അല്ലെ. ഗ്ലാസിന്റെ മേലെ നമ്മൾ തിന്നർ ഒഴിച്ചിട്ടുണ്ട്. റെഡി, 1 2 3. നമ്മളെ ഫിറോസ് ഭായി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് കത്തിക്കുന്ന മക്കളെ തീ പിടിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, ലീക്കോപ്പയുടെ ഗ്ലാസ് കിച്ചനെ തീ പിടിച്ച് ഇപ്പൊ കൊടുത്തിരിക്കുക.
പൊട്ടിത്തെറിക്കുക. ഫയർ സ്റ്റേഷൻ വിളിക്കും. 101 വിളി എന്റെ പോലെ ഒന്നാവില്ല. ഇത് കണ്ട എന്റെ ഒരു പ്രശ്നമില്ല ഇല്ല. അപ്പൊ നിങ്ങളെ കഴിഞ്ഞു. അത് ഫ്രണ്ട് ഭാഗം കാണിച്ചു നോക്ക്. ആ ഫ്രണ്ട് ഭാഗം പൊക്കി കാണിച്ചിട്ടോ. ആ നമുക്ക് ജസ്റ്റ് നോക്കിക്കോട്ടെ. ആ നീലവാക ഒരു കുഴപ്പമില്ല. ഒന്നുകൂടെ കത്തി വൺസ്പോർ കത്തിക്കും. നമുക്ക് നോക്കിയാ ഇതോടാ തീ പിടിക്കോ നോക്കിയാ. നിങ്ങളുടെ വീട്ടിലെ അടുക്കള അതിന് തീ പിടിക്കാണ്ട് സംരക്ഷിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്ക് ലീക്കോപ്പയുടെ ഗ്ലാസ് കിച്ചൺ നമ്മളെ ലക്കോട് നോക്കി എന്റെ മോനെ തീ പിടിക്കും. മാജിക് പോലെ കേട്ടോ. ഇത് കൊള്ളാട്ടോ. ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ അടുപ്പൊന്നും തീ പിടിച്ചാൽ ഒരു പ്രശ്നം വരില്ല. ഇല്ല. ഇത് ജസ്റ്റ് നോക്കിട്ടോ നമ്മളെ അടുക്കളയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ട്. മൂന്നാമത് തൊട്ട് നമ്മൾ കത്തിക്കോ. ഇനി 10 തവണ കത്തിച്ചാലും ഒരു പ്രശ്നം വരില്ല. കാരണം കമ്പനിയുടെ ഒരു ഗ്യാരണ്ടിയാണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ. അതായത് നമ്മുടെ ലീക്കോപ്പയുടെ ലക്കോട് ഗ്ലാസ് കിച്ചൺ തീ പിടിക്കുന്ന മക്കളെ തീ പിടിക്കുന്ന അയ്യോ ഓടിക്കോ ഒരു പ്രശ്നമൊക്കെ. ഇതുണ്ടല്ലോ താഴേക്ക് പോയി അല്ലേ. ഒന്നും പ്രശ്നമില്ല. കത്തി കട്ടു. ഒരു പ്രശ്നമില്ല. നോക്കിക്കോ കഴിഞ്ഞ് കറ പിടിച്ചിട്ടുണ്ട്. ആ ഇപ്പൊ ഇതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ കറ കാണുന്നുണ്ട്. തീന്റെ കറ. അത് അത്ര ചൂടായ കറ. ഇത് കളയാൻ പറ്റും നമുക്ക്. എങ്ങനാ കറ പോയില്ലോ കാണിച്ചു. അതായത് നമ്മൾ തീ കൊടുത്തു. ഇനി തീ പിടിച്ച കറയാണ് കാണുന്നത്. ഗ്ലാസ്സിൽ കറുത്ത കറ. കരിക്കറ. ആ ഇതിപ്പം വെള്ളത്തിൽ കൈ കൊണ്ട് തുടച്ചിട്ട് പോകുന്നില്ല. നമ്മളെന്താക്കുന്നത് ജസ്റ്റ് വെള്ളം കുറച്ച് വെള്ളം എടുക്കുക. ഇതുപോലെ തുണിയിൽ ഇങ്ങനെ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എന്നിട്ടോ ഒറ്റ വരക്കല് വരച്ചാ മതി. സിമ്പിള്. എന്റെ പോലെ നോക്കിയ കറയുടെ തീന്റെ കറിയൊക്കെ ഒറ്റ ഒരക്കുണ്ടല്ലോ. ഒരേ ഒരു ഒരക്ക് സംഭവം സെറ്റായി നമുക്ക് കിട്ടുന്ന നോക്കിയ ഒരു ടെൻഷൻ ഇല്ല. ഒരു വർഷമില്ല. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അപ്പൊ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ 2300 രൂപയ്ക്ക് തീ പിടിക്കാത്ത വെള്ളം കയറാത്ത ഒരു വെള്ളത്തുള്ളി കൊണ്ട് കറ മാറ്റാൻ പറ്റുന്ന നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചന്റെ 3ാമത്തെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് കാണിച്ചു. ഇനിയിപ്പോ നമുക്ക് കാണാനുള്ളത് ഇനി നെക്സ്റ്റ് ഇത് 3ാമത്തെയാണ്. അവന്റെ കറിയും പോയില്ലേ തുടച്ചു കാണിച്ചില്ലേ. അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇനി നെക്സ്റ്റ് ഇത് ഗ്ലാസ്സിൽ ഇങ്ങനായി കറ പോയി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത് പിന്നെ ഇപ്പൊ കിച്ചൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒന്ന് ഗ്ലാസ് എക്കർലിക് ആണ്. ലാമിനേഷൻസ് ഉപയോഗിക്കാറുണ്ട്. അതായത് സെൻമൈക്ക പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ വിനൈൽസ് മരത്തിന്റെ വിനൈൽസ്. ഇതൊക്കെ നമുക്കൊന്ന് കത്തിച്ചോക്കാം. കത്തും എല്ലാ സാധനവും നമുക്കൊന്ന് കത്തിച്ചോക്കാം. എന്നിട്ട് എന്താക്കാം ഇതുപോലെ കമ്പയർ ചെയ്യാം. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. മെഗാ ഇവന്റ് ആണല്ലോ. അതെ മെഗാ കമ്പാരിസൺ. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. ഇനി ബാക്കി നമുക്ക് കത്തിച്ചോക്കാം. ഇതാണ് സാധനം. ഇത് എക്കർലിക്കിന്റെ ഡോറാണ്. എക്കർലിക്കിന്റെ ഒരു കാലത്ത് കേരളം ഭരിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതെവിടെയും കാണാനില്ല അല്ലെ. ഇത് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ അതായത് കോപ്പി പേസ്റ്റ് ആൾക്കാരാണ് ഇന്ന് കൂടുതൽ ഉണ്ട്. ഒരിടത്ത് ചെയ്ത സാധനം കോപ്പി അടിക്കും. ഇന്റീരിയർ പണിയുണ്ടായി എളുപ്പമായി. അപ്പൊ എക്കർലിക്കാണ്. ഓക്കെ ഇന്ന് കടയിൽ പോകുന്നു വാങ്ങിക്കുന്നു. കുറച്ച് കമ്മീഷൻ വാങ്ങിക്കുന്നു ചെയ്യുന്നു. പറയണമെന്നാലേ. അതെ പക്ഷേ അത് പറയുന്നത് അറിയാം. നല്ല കൊടുക്കുക. നല്ല കൊടുക്കുമ്പോ നല്ല ചെയ്യുക. പൈസ വാങ്ങിച്ചു ആൾക്കാർ പറ്റിച്ചിട്ട് ഉണ്ടാക്കണ്ട കാര്യമില്ല. ഇത് MRP ഇല്ലാത്ത മേഖലയാണ് ഇന്റീരിയർ മേഖല. അതായത് നമ്മളൊരു പാക്കറ്റ് ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉപ്പിന്റെ മുകളിൽ MRP ഉണ്ടാവും. ഈ കിച്ചൺ ഒരു സ്ക്വയർ ഫീറ്റ് കമ്പനി പറയുന്ന റേറ്റ് ആയിരിക്കും. തോന്നിയ കാര്യമാണ്. ഇതിന്റെ ഒന്നുമില്ല. ISO മാർക്കും ഇല്ല. ഒന്നുമില്ല. റേറ്റും ഇല്ല. നമ്മൾ സാധനം വാങ്ങിക്കുന്നു ഉണ്ടാക്കുന്നു കൊടുക്കുന്നു. തോന്നിയ വില മോഹവില ആൾക്കാർ ഇഷ്ടപ്പെട്ട വില. അതെ നിങ്ങൾ വില എടുത്തോ പക്ഷെ നല്ല സാധനം കൊടുക്കാം. അത് എന്റെ കൂടെ ആവശ്യം. ഗ്യാരണ്ടി ഉള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കുക. പൈസ വാങ്ങിക്കും. ഞാനിത് പറയുന്നത് ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. എനക്കല്ല ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഞാൻ ഇതുപോലെ പല ഹോം കെയർ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പല മെസ്സേജ് വരാറുണ്ട്. പോട്ടെ നമുക്ക് വിടാം. നമുക്കുണ്ടല്ലോ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എക്കറിലേക്ക് ഒന്ന് കത്തിച്ചായി. അപ്പൊ അടുത്ത നമ്മളെ കമ്പയർ ചെയ്തോ. എക്രിക്കിന്റെ കേസ് നമുക്ക് ഒന്ന് കത്തിച്ച് നോക്കാം. ജസ്റ്റ് ഉണ്ടല്ലോ ഇത് കത്തുമോ നോക്കട്ടാ. എക്രിക്ക് ബോർഡ് കത്തുമോ നോക്കാം. നമ്മൾ എക്രിക്ക് കത്തിക്കാൻ വേണ്ടി ഒരു തിന്നറൊക്കെ സംഭവമൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ബോർഡിന്റെ വെച്ചിട്ടുണ്ട്. വിരോസ് ഭായി ഇത് കത്തിച്ച് നോക്കാം നമുക്ക്. ഇത് കത്തിച്ച് നോക്കാം. ഇത് കത്തുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് അത് നമുക്ക് എന്താ അതിന്റെ അവസ്ഥ നമുക്കത് അറിയണല്ലോ. നമ്മുടെ സാധനം നമ്മൾ കത്തിച്ച് നോക്കി. ഇത് നമ്മൾ കത്തിക്കുന്നു. എന്റെ മോനെ ഇതും കത്തി. ബോർഡ് കത്തി. അക്രിലിക് ബോർഡ് കത്തി. മക്കളെ നോക്കോ.
ഇത് ശരിക്കും കത്തിരുവോ? കത്തും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കറവൂല. എക്കലിക്കലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കത്തിച്ച് എക്സ്പെരിമെന്റ് കാണിച്ചു തരുന്ന ചോദിച്ചു കഴിഞ്ഞാല് തീന്റെ കറ ഒരിക്കലും പോവൂല. മനസ്സിലായില്ലേ? മുട്ടന്റെ കറ പോവും, എല്ലാ കറയും പോവും. തീ പിടിച്ച കറ അതിൽ വരുന്ന എഫക്ട് പിന്നെ ഒരു ജീവിതത്തിൽ പോവൂല. അതാണ് അത്രയും ധൈര്യത്തിൽ നമ്മളെ ഗ്ലാസ് കിച്ചൺ ഞാൻ കാണിച്ചത്. അത് ഈ എക്കലിക്കൽ ചെയ്ത് നോക്കി നോക്കാം. കറ പോകുന്ന ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല കറയായിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടെ, നോക്കിയാൽ മഞ്ഞ തീന്റെ കറയായിട്ടുണ്ട്. പക്ഷെ ഒരു പാടുമായിട്ടുണ്ട്, ഒരു പാട് വന്നിട്ടുണ്ട് അല്ലേ? അതിന്റെ പുറം ചട്ട ഇളകി പോലുണ്ട്. ഇളകിയിട്ടുണ്ട്. ആ കറ നമുക്ക് ജസ്റ്റ് ഉണ്ടല്ല. ചാരി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അക്കലയ്ക്ക് ബോർഡിൽ വന്ന കറി ഉണ്ടല്ലോ, നമ്മൾ നേരെ വെള്ളത്തിൽ മുക്കി നോക്കട്ടെ. വരച്ചു നോക്കിയാ കഴുകുന്നു, പോവൂല. ഒരിക്കലും നോക്ക്. ഇനി ഡൗട്ട് ഉണ്ടല്ലോ, നമുക്ക് കാണുന്ന ആൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ. ഒരിക്കലും വെള്ളം തേവ് വെച്ച് നോക്കിയാ ഉരക്കി നോക്കി ജസ്റ്റ് നോക്കിയാ ഇതാണ്ട് ജസ്റ്റ് നോക്കിയാ വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാലും അത് പോകുന്നില്ല. അത് എന്തുകൊണ്ടാ പോവാത്തത്? പെർമനന്റ് ആണ്. കരിഞ്ഞാടാ പ്ലാസ്റ്റിക്. പോകുന്നില്ല. അതാടെ ഉണ്ടാവും അല്ലെ? പെർമനന്റ് ആയിട്ട് കറയോടെ ഉണ്ടാവും. ഏറ്റവും വലിയ കറയാണ് തീ പിടിച്ച പോകുന്നില്ല. അത് പോകുന്നില്ല. അപ്പൊ എക്കറിലേക്ക് ഇത് സൂര്യവെയിൽ കൊണ്ടാലും സൂര്യന്റെ വെയിൽ കൊണ്ടാലും ഫേഡ് ആവും, ഇതുപോലെ കളർ ഫേഡ് ആവും. സോ അതുകൊണ്ടാണ് നമ്മള് എക്കറിലേക്ക് ചെയ്യാണ്ട് ഗ്ലാസ് കിച്ചൺ ചെയ്യുന്നത്. ഏറ്റവും വില കുറഞ്ഞിട്ട് നമുക്ക് ഗ്ലാസിനേക്കാളും വില കുറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാം. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. എക്കറിലേക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ എന്തുകൊണ്ട് എക്കറിലേക്ക് ചെയ്യാത്ത എന്നുള്ളതിന്റെ ഉത്തരവാണ് എക്കറിലേക്ക് ഞാൻ ഇപ്പൊ ഈ പ്രശ്നം. ഇതേ പ്രശ്നം തന്നെ ഫ്ലൈവുഡിലും മറ്റേക്ക് ഉണ്ട്. ഇത് തീ പിടിച്ചാൽ മാത്രമല്ല, നമ്മളൊന്ന് വെയിലത്ത് അതായത് ഒരു 5-6 കൊല്ലം കഴിഞ്ഞു വെയിലുണ്ട്. നമ്മളെ അടുക്കളയിലെ ജനലിലൂടെ വരുന്ന വെയിലുണ്ട്. ഉറപ്പായിട്ട് എന്റെ കളർ പോകും. മഞ്ഞപ്പൊടി കറയാലും കളർ പോകും, ചോക്ലേറ്റ് ആയാലും കളർ മഞ്ഞ വരും. മഞ്ഞാവും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. നമുക്ക് ആ പ്രശ്നമില്ല. ഇല്ല, നമ്മൾ തെളിച്ച് കാണിച്ചു കൊടുത്തല്ല. നെക്സ്റ്റ് അടുത്തത് കത്തിക്കാൻ വേണ്ടി പോകുന്നത് പ്ലൈവുഡ്. മൈക്ക് ഫ്ലൈവുഡ് സെറ്റാക്കിയ സാധനം ഒഴിക്കുന്നത്. ഇതിന് ഇപ്പുറത്തെ ചെയ്ത് വിനീർ മരം. അതെന്തായാലും കത്തും. നമുക്ക് നോക്കാല. കത്താണ്ടില്ല, കത്തും. നമുക്ക് നോക്കാം. ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോ നോക്കിയാ അതും കത്തിക്ക. എന്റെ പൊന്നെ മാറിയുന്നോ ഓടിക്കോ. കത്തുന്ന കണ്ടോ നോക്കിയാ. അതായത് നമ്മളെ മൈക്കയും അതുപോലെ തന്നെ തൊട്ട വിനീറും ശരിക്കും വിനീർ 10 കത്തി തരാൻ ചാൻസ് തോന്നല്ലേ? തിന്നത് തീരുന്നവരെ ഒന്ന് കാണിച്ചേക്കാം. അതൊന്ന് പൊന്തിച്ച് കാണിച്ചേ. ഇത് കണ്ടാ നോക്കിയാ പക്ക കറ അതിനായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ശരിക്കും തീപിടിച്ച പാട്. അപ്പൊ ഇപ്പൊ കത്തിച്ച് നോക്കിയാൽ 2 മെറ്റീരിയൽ ശരിക്കും നമുക്ക് കറുത്ത പാടം വെള്ളത്തിലിട്ട് നമുക്ക് നോക്കാല. രണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 2 ജസ്റ്റ് കുലുക്കി എടുത്തിട്ട് പോകുന്നില്ല. ആ കറുത്തോടെ അവിടുത്തെ എടുത്തല്ലേ? പോവില്ല, ഒരിക്കലും പോവില്ല. ഇത് നോക്കിക്കോ. നല്ലോണം നമുക്ക് നോക്കാം. നല്ലോണം കൈ കൊണ്ട് വരച്ച് ജസ്റ്റ് നോക്കിക്കോ. പോവില്ല അല്ലേ? ഇല്ല. ആ കറുത്ത പാടം അവിടെ ഉണ്ടാവും. ഒരു മാറ്റമില്ല അല്ലെ? വേസ്റ്റ്. ഇതാണ് വേസ്റ്റ്. നിങ്ങൾ തീരുമാനിക്കാൻ 2300 ലാക്കോടി ഗ്ലാസിന്റെ കിച്ചൺ ചെയ്യണോ, ഇതുപോലത്തെ ഒപ്പിക്കൽ ചെയ്യണമെന്നുള്ളത്. മറൈൻ പ്ലൈവുഡ് ആണ്. മറൈൻ പ്ലൈവുഡിൽ ഒട്ടിക്കുന്നത്. മറൈൻ പ്ലൈവുഡിൽ മൈക്കാണ് കാണാൻ പുറത്ത് നല്ല ഭംഗിയായിരിക്കും. ആനയാന്ന് കുതിരയാന്നൊക്കെ പറയും. ആനയും കുതിരയൊക്കെ തന്നെ. പക്ഷെ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. വിനേറിന്റെ അവസ്ഥയും കണ്ടല്ലോ. മരമായോണ്ട് നനഞ്ഞിട്ടാണ് കാണുന്നത്. ഇവിടെ കറുത്തപാട്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള വ്യത്യാസം. നമ്മുടെ ലീക്കോപ്പയുടെ ഗ്ലാസ് കിച്ചനും മറ്റുള്ള മറ്റുള്ള സാധനങ്ങളുടെ വ്യത്യാസം ഇതാണ്. നമ്മൾ കത്തിച്ച് കണ്ടു, ഗ്ലാസ്സിൽ പ്രശ്നമില്ലെന്ന് നമ്മൾ കണ്ടു. ഇനി നിങ്ങൾക്ക് ഈ ഗ്ലാസും കൂടി കത്തിച്ച് കാണിക്കാം. ഇനിയിപ്പം അതും കൂടെ കണ്ടിട്ടില്ല പറയണ്ടല്ല. നമ്മളെ ജസ്റ്റ് വേറൊരു മോഡൽ. നമ്മൾ നേരത്തെ നമ്മളെ മിനിയേച്ചർ നമ്മൾ കത്തിച്ച് കാണിച്ചു. ഇതൊരു മഞ്ഞ കളർ. നമുക്ക് ആര് ചോദിച്ചപ്പോ വുഡൻ കളർ. ഇതിന്റെ ഒരു ശൈലി കണ്ടോ? വുഡൻ കളർ വിത്ത് ഗോൾഡൻ പാറ്റേൺ സൈഡില്. ഇത്രയും നല്ല ക്വാളിറ്റിയിലെ സാധനമാണ് വെറും നമ്മൾ 2300 രൂപയ്ക്ക് വെറും 2300 റുപ്പീസിലാണ് കൊടുക്കുന്നത്. 2300 വെറും 2300 2300. ഇത് അതിന് മേലെ നമ്മൾ തിന്നർ വെച്ചിട്ടുണ്ട്.
ഇതും കൂടെ നോക്കാം നമുക്ക് ഒരിക്കൽ കൂടാ. നമ്മള് തീന്റെ കേസാണ് എല്ലാരും ഡൗട്ട് അടിക്കുന്നത്. സംശയം ആൾക്കാരുണ്ടാവും. ഇത് ജസ്റ്റ് ഇട്ട് നോക്കിയാ ഇത് ഒരിക്കൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് എക്സ്പീരിയൻസ് ഇതാ ഇതാണ് നോക്കിയാ നമ്മളെ ലിക്കോപ്പയുടെ ലക്കോടെ ഗ്ലാസ് കിച്ചൺ ഒരിക്കൂടെ കത്തിച്ചിട്ടുണ്ട്. ജസ്റ്റ് ചിലപ്പോ കറ പിടിക്കും, പക്ഷെ അത് വളരെ എളുപ്പത്തിൽ പോവല്ലേ. കേട്ടാ ഇത് ജസ്റ്റ് നോക്കിക്കോട്ടാ കെടുത്തി കരി കണ്ട കരിയുണ്ട്. കണ്ട കറ ഈ കറ നമ്മൾ ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ള സാധനം കത്തിച്ച് കറ ഇപ്പൊ അവിടെ ഉണ്ട്. അത്ര നമ്മുടെ ലീക്കോപ്പയുടെ ഗ്ലാസ് കിച്ചൺ അത് വെറും 2300 സാധനം നമുക്ക് ജസ്റ്റ് നോക്കിക്കോ. വെള്ളം എടുത്തിട്ട് ചെറിയ കാര്യമന്റെ സാധനം പോയി. അതാ ഗ്ലാസിന്റെയും കൂടെ ക്വാളിറ്റി ആണല്ലേ. സൈഡോട്ട് ഇതാണ് നോക്കിയാ കമ്പാരിസൺ കണ്ടോ. കമ്പാരിസൺ നമ്മുടെ ഗ്ലാസ് അതായത് ലീക്കോപ്പയുടെ ലക്കോഡ് ഗ്ലാസും അതുപോലെ തന്നെ ഇതെന്താ സാധനം മൈക്ക ലോക്കൽ മൈക്കയും നമ്മുടെ ഗ്ലാസ് കിച്ചണിന്റെ വ്യത്യാസം കണ്ട. എക്കറിലേക്ക് ഈ രണ്ട് സാധനങ്ങളുടെ രണ്ടല്ല 4 ഇതാണ് വ്യത്യാസം. അതായത് നമ്മുടെ ലീക്കോപ്പയുടെ ലക്കോഡ് ഗ്ലാസ് കിച്ചന്റെയും അതുപോലെ തന്നെ ലോക്കൽ അക്രിലിക്കിന്റെയും വ്യത്യാസം ഇത് ഒരു പ്രശ്നമില്ല. അപ്പൊ തീന്റെ ഗ്ലാസിന് കൂടെ നമുക്ക് ഡൗട്ട് ക്ലിയർ ആയി കിട്ടി. മാറി കിട്ടിയില്ലേ? മനസ്സിലായി. തീ പിടിക്കോന്നില്ല മനസ്സിലായി, കറ പിടിക്കോന്നില്ല മനസ്സിലായി. ചെതലിന്റെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മണ്ടല്ല ഇതിന് ഉറപ്പുണ്ടോ നോക്കിയോ കേട്ടാ. മറ്റൊരു കാര്യമാണ് മൾട്ടിവുഡ് ആയതുകൊണ്ട് ഉറപ്പുണ്ടോ ഡോറിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അതും കൂടി നമുക്ക് നോക്കി നോക്കാം. നമ്മൾ വെള്ളം കൊണ്ടും തീ കൊണ്ട് എന്തല്ലോ പരിപാടി സത്യം ഉണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതെന്താണ് കിളിപോയ അവസ്ഥയാണ്. ഇതെന്താ നമ്മുടെ ചെങ്കല്ല അത് നമ്മളെ കണ്ണൂരിലെ ചെങ്കല്ല് ഏകദേശം 30 വെയിറ്റ് വരും. ഉറപ്പ് പല ചേച്ചിമാർക്കും ഡൗട്ടുണ്ട് ഉറപ്പുണ്ടോന്നുള്ളത്. അത് പ്ലൈവുഡ് ആണ്, ബെൻഡാവും, ആനയാന്ന് കുതിരയാന്നൊക്കെ പറയുന്നുണ്ട്. 30 കിലോ കല്ല് സെന്ററിലാണ് വെച്ചിട്ടില്ലേ ബെൻഡാകുന്നുണ്ട്. ഇല്ല ഒരു കുഴപ്പമില്ല. ഇതിപ്പോ PVC ബോർഡാണ്, ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ബെൻഡാവും പൊട്ടിപ്പോവും പൊട്ടി താഴും. ഒരു പ്രശ്നമില്ല. അപ്പൊ ഉറപ്പിന്റെ കേസിലും തീരുമാനമായി. ഇതിന്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി അതായത് നമ്മളിത് ഫിറ്റ് ചെയ്ത് ഡോർ ഫിറ്റ് കുറെ തവണ തുറക്കുമ്പോ പോകുന്ന പ്രശ്നം അതെങ്ങനെ തെളിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ സ്റ്റാഫ് വന്നിട്ടുണ്ട്. ഓക്കെ ഒരു 10-20-25 കിലോ വെയിറ്റുള്ള സാധനം നമ്മളെ സിമന്റ് കല്ല് ഒരു സിമന്റ് കല്ല് കെട്ടിത്തൂക്കാൻ ബാക്കിൽ പിടിച്ചോ, മരത്തിന് വേണ്ടി പിടിച്ചോ. ഇത് ഫിറ്റ് ചെയ്ത പ്രശ്നമില്ല, ഫിറ്റ് ചെയ്ത പ്രശ്നമില്ല. എന്റെ പൊന്നെ നോക്കിയാ എന്ന് പറയാ. ഇത് നോക്കിയാ 30 കിലോന്റെ കല്ല് കെട്ടി തൂക്കിയിട്ടും ഒരു പ്രശ്നം ബൈത്തോടെ ബാർജാവും. ഇത് ചോദിക്കുന്നോട്ടാ. ഇതാ നോക്കിയാ 30 കിലോന്റെ കല്ല് കെട്ടി തൂക്കിയിട്ടും നമ്മുടെ ലീക്കോപ്പയുടെ ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ ഒരു പ്രശ്നമില്ല. കല്ല് 30 കിലോന്റെ കല്ല് മേലെ താഴെ മേലെ 30 കിലോന്റെ കല്ല് താഴെ 30 കല്ല് ഉണ്ടോ? 30 മേലെ 30 താഴെ 20 കിലോ. ഇതിന്റെ ഡോറിന് ഒരു പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. സോഫ്റ്റ് ക്ലോസിംഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. തട്ടുന്നുണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കല്ല് കെട്ടി തൂക്കിയിട്ടും ഒരു പ്രശ്നമില്ല, കല്ല് മേലെ വെച്ചിട്ടും പ്രശ്നമില്ല. ലീക്കോപ്പ മാത്രം വെറും 2300 രൂപ കിട്ടുന്ന കിച്ചൺ നിങ്ങൾ ഓർക്കണം. വെറും 2300 രൂപയ്ക്ക് ഇത്ര ക്വാളിറ്റി ഇല്ല വേറെ ഏത് കിച്ചൺ കിട്ടൂല. കമന്റ് ചെയ്യണം. എക്സ്പെരിമെന്റ് അതായത് നമ്മൾ സിനിമ കാണുമ്പോ സിനിമ മനസ്സിൽ നിൽക്കുന്ന പോലെ ഇതുപോലത്തെ ലൈവ് എക്സ്പെരിമെന്റ് നിങ്ങളുടെ മനസ്സിൽ അല്ല. എക്സ്പെരിമെന്റ് അല്ല, വീട് വെക്കുമ്പോൾ ഓർക്കണം. ഇനി നിങ്ങൾ വീട് വെക്കുമ്പോ ഇത് ഓർക്കണം, കിച്ചൺ പണിയുമ്പോ ഇത് ഓർക്കണം. കല്ല് മാറ്റിക്കോ ബായ് കല്ല് മാറ്റി ബാക്കി പറയാം നമുക്ക്. ഓക്കെ, മേലെ 30 കിലോ താഴെ 20 കിലോ കിച്ചൺ ഒരു കുഴപ്പമില്ല. എന്നിട്ടൊരു പ്രശ്നമില്ല. ഇതെങ്ങനെ ഇത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഞാൻ കാണിച്ചുതരാം. ഓട്ടോ ക്ലോസ് കണ്ടോ? ഓട്ടോ ക്ലോസ് എന്നിട്ടൊരു പ്രശ്നമില്ല. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മുടെ ഓട്ടോ ക്ലോസ്. ഇനി വെള്ളത്തിലിട്ടാൽ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് തുരുമ്പ് പിടിക്കുമെന്നുള്ള, അതായത് ഇതിന്റെ ഇഞ്ചസ് അതില് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല സാധനം കൊടുക്കാം. നമുക്ക് പറ്റിക്കണ്ട. ഇത് തുരുമ്പിടിക്കൂല. ഇത് തുരുമ്പിടിക്കൂല ഉറപ്പാണ്. കാന്തത്തിൽ നമ്മൾ വെച്ച് കാണിക്കുമെന്ന്. ഇത് നമ്മുടെ മാർക്കറ്റിലുള്ള ലോക്കൽ സാധനം തുരുമ്പിടിക്കുന്നത്. അതായത് SS പിടിക്കുമെങ്കിൽ അത് മെറ്റലാണ്, ഇരുമ്പാണ്. തുരുമ്പിടിക്കും. നമ്മളത് അതിന് ഇരുമ്പിന്റെ അംശമുണ്ട്. ഇതില് ഇരുമ്പിന്റെ അംശമുണ്ട്.
ഇതുണ്ടോ അതുകൊണ്ടാണ് എന്താണ് മാഗ്നറ്റ് പിടിക്കുന്നത്. നമ്മളത് കാണിച്ചു തരാം. പ്യുവർ SS പിടിക്കൂല. താഴെ വീഴും. ഇല്ല നിക്കൂല കേട്ടാ മതി. ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് വെറും 2300 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ കിച്ചണായിട്ട് വരാൻ പോകുന്നത്. വെറും 2300 രൂപയ്ക്ക് നമ്മളെ സത്യം പറഞ്ഞാല് ഇത് മനസ്സറിഞ്ഞ് പറഞ്ഞു കേട്ടോ. കാരണം വെച്ചാൽ ഒരു വീട് ഇപ്പൊ എനിക്കൊരു സ്വപ്നമുണ്ട് വീട് എടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് ആ വീട് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ലീക്കോപ്പയുടെ ലാക്വോർഡ് ഗ്ലാസ് കിച്ചൺ ഒരു കിച്ചൺ ഞാൻ ബുക്ക് ചെയ്തു. വേറെ വർത്താനില്ല. അതായത് ഈ എക്സ്പെരിമെന്റ് നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥമായിട്ട് ലൈവായിട്ട് കണ്ടാലും മനസ്സിൽ സത്യമാണ്. നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ ഇതൊന്നും ചെയ്ത് എന്നോട് സുഹൃത്ത് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു. എല്ലാവരും വിളിക്കുന്ന പോലെ ഒരു ഷോപ്പ് അത്രേ ഉള്ളൂ. ഇത്ര എക്സ്പെരിമെന്റ് ഉണ്ടാവും വിചാരിച്ചില്ല. എന്ത് തോന്നിപ്പോ സൂപ്പർ. നമ്മൾ തീന്റെ കേസ് തീരുമാനമായി, വെള്ളത്തിന്റെ കേസ് തീരുമാനമായി, ചളീന്റെ കേസ് തീരുമാനമായി, കറന്റെ ചെതലിന്റെ സ്ക്രൂ ഹോൾഡിംഗ് ടെസ്റ്റ് SS304 എക്സ്പെരിമെന്റ് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ചെയ്തു. മനസ്സിലായി. ഒരു കിച്ചണ് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ ഹെഡ് ഏക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് നിൽക്കണം, ഹാപ്പി ആവാം. അതെ. പിന്നെ ഒരു കാര്യം കൂടി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിന്റെ കളറ് നമുക്ക് ഒരു 15 കൊല്ലം കഴിഞ്ഞാല് ഈ കളർ ബോറടിച്ചു കൊടുക്കും. ശരിയാണ്. അന്ധകാലത്തിലേക്ക് വരുമ്പോ ഒരു 10 കൊല്ലം കഴിഞ്ഞോ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുത്ത കളറുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്ര കളർ ഇപ്പം? ഇതിപ്പോ 12 കളർ ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടുത്തു. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്ത കളർ. അതുകൊണ്ട് ഞാൻ ഡിസ്പ്ലേ ആക്കി വെച്ചു. വെറൈറ്റി കളർ പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ചോപ്പുണ്ട്, ഓറഞ്ച് എല്ലാം ഉണ്ട്. അതായത് 20,000 കളർ ഓപ്ഷൻ, 20,000 കളർ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ലോകം അത്രയും കളറൊക്കെ ഉണ്ടോ? എല്ലാ കളറും ഉണ്ട്. 20,000 കളറുകൾ നമുക്ക് നമ്മുടെ ലീക്കോപ്പയുടെ 2300 രൂപന്റെ ലാക്വോർഡ് ഗ്ലാസ് കിച്ചണില് അവൈലബിൾ ആണ്. അടിപൊളി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കേരളത്തിലെ എല്ലാ ജില്ലയിലും സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ആയിരക്കണക്കിന് കിച്ചൺ ചെയ്തു കഴിഞ്ഞു. നടക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യാന് അതുകൊണ്ടാണ് നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് 5 മാസക്കാലം വെയിറ്റ് ചെയ്തത്. വീഡിയോ ചെയ്തു, ഓർഡർ നമ്മുടെ ഓഫർ കൊടുക്കുക, പല രീതിയിലുള്ള ഓഫർ കൊടുക്കുക. ഇപ്പോഴും 3000 രൂപ മുതൽ 3600 രൂപ വരെ വില വരുന്ന ലാക്വോർഡ് ഗ്ലാസ് കിച്ചൺ ആണ് വെറും 2300 രൂപയ്ക്ക് വെറും. അതായത് 3000-4000 രൂപ റേഞ്ച് സാധനം നമ്മൾ വെറും 2300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓൺലി 2300 റുപ്പീസ്. അപ്പൊ നമ്മൾ ഏകദേശം എക്സ്പീരിയൻസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. കളർ മാറ്റാൻ പറ്റും. 15 കൊല്ലം കഴിഞ്ഞ് നമ്മളോട് പറയുന്ന ഈ ഡോറൊന്നും കളർ മാറ്റി തരണം, നമ്മൾ കളർ മാറ്റി തരും. അതിന്റെ കോസ്റ്റ് എത്രയാണോ അത് മാത്രം കൊടുത്താൽ, ഗ്ലാസിന്റെ കോസ്റ്റ് മാത്രം കൊടുത്താൽ, കളർ മാറ്റുന്നത് മാത്രം കൊടുത്താൽ മതി. അന്നേരം ഈ കിച്ചൺ അതുപോലെ ഉണ്ടാവും. ചെറിയ പിള്ളേര് നമ്മുടെ ചെറിയ കുട്ടികൾ, അതായത് ഞാനിപ്പോ എന്റെ മക്കളോട് പറയല്, നീ വലുതാകുമ്പോഴും എന്റെ കിച്ചൺ അവിടെ ഉണ്ടാവും. പക്ഷെ ഗ്ലാസ് വേറെ മാറ്റാം. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കുട്ടി കളിക്കുമ്പോൾ കല്ലുകൊണ്ട് നേരെ മാറ്റി ഗ്ലാസ് മാത്രം മാറ്റിയാൽ മതി. മാറും. കിച്ചൺ മാറി. ഒരുപാട് വെറൈറ്റി ഓപ്ഷൻ. മറ്റുള്ള സംഭവങ്ങൾ ചെയ്താലോ പൈസ നഷ്ടം. ലൈഫ് ലോങ് കണ്ടും അടുക്കണം. ശരിക്കും വീട്ടമ്മമാർ ചേച്ചിമാരാണ് കൂടുതൽ അടുക്കളയിൽ. അവരേറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കിച്ചണിലാണ്. അപ്പൊ അവിടെ പുതുമയേറിയ സാധനം വേണം. അവർക്ക് പെറ്റ്സിനെ കൊണ്ട് പ്രശ്നം പാടില്ല, ചിതർശല്യം വരെ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. കാരണം എപ്പോഴും വെള്ളം വരുന്ന സ്ഥലം. നമ്മുടെ അമ്മക്കും ഭാര്യക്കും മരുമോൾക്കും എല്ലാവർക്കും അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അതാണ് ലീക്കോപ്പഡ്. നിങ്ങളുടെ അമ്മയ്ക്കും ഭാര്യക്കും മരുമോൾക്കും മോക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ലീക്കോപ്പയുടെ 2300 രൂപന്റെ അടിപൊളി ലാക്വോർഡ് ഗ്ലാസ് കിച്ചൺ. നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ പേരൊരിക്കലും മോശമില്ല. മാത്രമല്ല ആര് ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും ഒരു പിടി മുമ്പിൽ നിൽക്കും. കാരണം എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതൊന്നും ആവില്ല. അതാണ് ലീക്കോപ്പയുടെ ഗ്യാരണ്ടി. അപ്പൊ ഇത് നമ്മൾ ഏകദേശം തീരുമാനമാക്കി. ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്തോ ഫോം പിടിച്ച ഇവിടെ അമ്മാരുടെ സർപ്രൈസ് എന്താണ്? അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മള് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സർപ്രൈസ് സാധനമാണ്. ഇതാണ് നിങ്ങളുടെ സർപ്രൈസ്. ഇതെന്താ കാണുമ്പോ ഒരു പിയാനോ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടും നമ്മള് ഇവിടുന്ന് ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടില്ല. മേക്ക് ഇൻ ഇന്ത്യ ഓട്ടോമേഷൻ കിച്ചൺ. അങ്ങനെ ഇപ്പൊ എല്ലാ മേഖലയിലും ഓട്ടോമേഷൻ വരുന്ന കാലഘട്ടമാണ്. ഇതെന്താ സാധനം കാണിച്ചാ? ഗേറ്റിൽ ഓട്ടോമേഷൻ ഉണ്ട്, വീടിലുണ്ട്, ലൈറ്റിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും ഓട്ടോമേഷൻ വന്നിട്ടുണ്ട്. കിച്ചൺ ഓട്ടോമേഷൻ ഇതുവരെ കൊണ്ടുവന്നില്ല. കിച്ചണിൽ ആദ്യമായി ഓട്ടോമേഷൻ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ
ഇന്ത്യ ബൈ ലീക്കോപ്പ. എന്താണ് സാധനം കാണിച്ചു തരൂ. ഇതിപ്പോ മൊബൈലാണ്. മൊബൈല് ഇതുപോലൊരു ആപ്ലിക്കേഷന്റെ സഹായത്തിലാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ എന്തോ തോന്നുന്നുണ്ട്. ഗ്ലാസ് ആണ് ഫുൾ ആയിട്ട്, ബ്ലാക്ക് ഗ്ലാസ്. ഇതൊക്കെ ഗ്ലാസ് ആണ്. നമ്മുടെ സെയിം കൺസെപ്റ്റ്. ഗ്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തത് ഇതൊരു ഡെമോ പീസ് ആണ്. നമുക്കിത് നോക്കാം. ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും നമുക്ക് മൊബൈലിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്റെ പൊന്നെ മക്കളെ നോക്കിക്കോ, അടിപൊളി ബാർ തുറന്നു വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതാ ഓട്ടോമാറ്റിക് കിച്ചൺ കൺസെപ്റ്റുമായി നമ്മുടെ ലീക്കോപ്പ. നോക്കിക്കോ, അടിപൊളി ബാർ കൺസെപ്റ്റ് അല്ലേ. പ്രൊമോട്ട് ചെയ്തില്ല. അപ്പൊ തിരിച്ചു നോക്കിയാ ആണല്ലേ, പ്രൊമോട്ട് ചെയ്തല്ല. അല്ല അല്ല അല്ല. ഓക്കെ. അപ്പൊ ഇതൊരു കൺസെപ്റ്റ് ഡെമോ പീസ് ആയതുകൊണ്ട് ഗ്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഈ സംഭവം എല്ലാത്തിനും കൊണ്ടുവരാം. ഏതിനും കിച്ചൺ മോഡലായിട്ടുള്ള ഏതിനും നമ്മളെ കിച്ചണിലെ അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ലീക്കോപ്പയുടെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. അത് കിച്ചൺ ഓട്ടോമേഷൻ. അടിപൊളി കേട്ടോ. ഇത് കൊള്ളാട്ട സാധനം. ബ്രാൻഡ് ആയിട്ടുള്ള ബ്ലമ്മിന് പോലും സാധനമില്ല. ഇതൊന്നും എനിക്ക് ഓർഡർ ചെയ്യണം കേട്ടോ. എന്താ ഓർഡർ ആക്കിയ എന്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കാൻ എനിക്ക് അത്യാവശ്യം മദ്യം ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിട്ട്. ഭാര്യ കാണാതെ മദ്യമൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. അങ്ങനെ പറയുന്നല്ല, ഇത് ഏത് മേഖല നമുക്ക് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ബാർ കൗണ്ടർ പോലെ തോന്നുന്നു. മിനി ബാർ കൗണ്ടർ അങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആവശ്യക്കാരുടെ ചെയ്തോളൂ പറ്റുമല്ലേ. നമ്മളുണ്ടാക്കിയത് കിച്ചൺ ആവശ്യത്തിന് വേണ്ടി. അതെ 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 അതെ. നമ്മളിപ്പോ ഈ സംഭവം കണ്ടു. അടുത്തൊരു സാധനം കൂടി കാണിച്ചു. ഇനിയുണ്ട് ഇനിയും ഇതിൽ ഹിഡനുണ്ടോ? ഫോർവേഡ് 1 കണ്ടതൊക്കെ. ഫോർവേഡ് 1 എന്ന് പറയുമ്പോഴേക്ക് താഴെന്നും ഒരു കൗണ്ടർ വരുന്നുണ്ട്. ഇതെന്തിനു ഉപയോഗിക്കുന്നത്? ഇത് നമ്മുടെ കട്ട്ലറി ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. കട്ട്ലറി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട്. ടച്ചിങ്സ് എല്ലാം ഒളിപ്പിച്ച് വെക്കാം അല്ലെ. നമുക്ക് അല്ല കട്ട്ലറീസും വെക്കാം, വേറെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് വെക്കാം, എന്തും വെക്കാം. ഇതൊരു സംഭവം മാറും കേട്ടോ. നമ്മളിപ്പോ കണ്ടത് സിരി ഓപ്ഷൻ, വോയിസ് കൺട്രോളിൽ കമാൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ വീട്ടില് വീട്ടില് ആൾക്കാർ അതിഥികളാരും വന്നു, നമ്മൾ അവിടെ ഇല്ല. അവര് ചോദിക്കുന്നു കടുക് എവിടെ, ഓയിൽ എവിടെ ചോദിക്കുമ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ പുറത്തിരിക്കുന്ന സമയത്ത് പറയും നീ കിച്ചണിൽ പോയാൽ മതി, ഓട്ടോമാറ്റിക് തുറന്നോളൂ, അതിന്റെ ഉള്ളിലുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു കിച്ചൺ മൊത്തം നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റൂല്ലേ. ഒരു കിച്ചൺ മൊത്തം നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. നമ്മള് ഗേറ്റ് ചെയ്യുന്ന പോലെ, വീട്ടിൽ ലൈറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ഇത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഗൂഗിൾ അലക്സ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന് പ്രവർത്തിക്കാൻ ചെയ്യാൻ പറ്റുമല്ലേ. അതായത് അള്ളാഹി കസം തുറക്കുമ്പോൾ കിച്ചൺ തുറന്നു. അതായത് ലോകം മാറുകയാണ്. ഇനി കിച്ചണും മാറാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ലീക്കോപ്പയുടെ കൂടെ അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത നമ്മുടെ R&D ടീം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേഷൻ കിച്ചൺ, ഓട്ടോമാറ്റിക് കിച്ചൺ. അത് മുൻപ് ഞാൻ പറഞ്ഞപ്പോ എല്ലാരും എന്നെ കളിയാക്കി. ഒരുപാട് പേര് എന്നെ കളിയാക്കി. പക്ഷേ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും അഡ്വാൻസ് ടെക്നോളജിയിൽ മുൻപോട്ട് പോകുന്ന ഒരു കിഡിലൻ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലീക്കോപ്പ കമ്പനി. അതൊരിക്കലും തള്ളല്ല, അത് എന്റെ അഹങ്കാരം കൊണ്ട് പറയുന്നില്ല. അതിന് കഴിഞ്ഞ 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുപോലുള്ള കോൺഫിഡൻസ് ആണ് അല്ലെ, കോൺഫിഡൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇത് ഏത് ലെവലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഇതിലിപ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പം ഒരു കിച്ചൺ മൊത്തം ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇത് മാത്രല്ല, ഇത് ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള ബ്ലമ്മിന് പോലും ഇല്ല, ഈ ഒരു സംഭവം ഇല്ല. അപ്പൊ നമ്മൾ ഇത് കൊണ്ടുവരുന്നു. എങ്ങനെ കൊണ്ടുവരുന്നു അറിയോ? യൂണിറ്റിന്റെ പ്രൈസ് അല്ല, പെർ സ്ക്വയർ ഫീറ്റിനാണ് കൊണ്ടുവരുന്നത്. പെർ സ്ക്വയർ ഫീറ്റ് ലെവലിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഇപ്പൊ തീരുമാനിച്ചില്ല. നമ്മളിത് റിസർച്ചിലുണ്ട് അത്ര. കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളൊരു വീട് വെക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ലീക്കോപ്പയെ ബന്ധപ്പെട്ടാൽ മതി. ഇന്ത്യയിൽ എവിടെ സർവീസ് ഉണ്ട്. ഇത് കൊള്ളാട്ടോ. ഇതിപ്പോ റിട്ടേൺ പോവാ. ഇത് നമുക്ക് തുറക്കാനും ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും നമുക്ക് ജസ്റ്റ് ഫോൺ മതി, വോയിസ് മതി. മാത്രല്ല അതിനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മൾ ബട്ടൺ ആക്കുമ്പോ ഉള്ളിലേക്ക് പോയി, ഓപ്പൺ ആകാനും ക്ലോസ് ചെയ്യാനും മതി. ഓക്കെ, ഇത് നമ്മൾ ഉള്ളിലേക്ക് പോയല്ലോ. ഇനി ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറെ പറയുന്നത്. ഇനി ഈ കാണുന്ന ഭാഗം ഗ്ലാസ് ആണ്. നമ്മള് വീട്ടിലെ സ്ത്രീകള് എപ്പോഴും ഫുഡുകൾ ഉണ്ടാക്കുന്നത് യൂട്യൂബ് കണ്ടിട്ടാണ്. അപ്പൊ തുറന്നു വെച്ചിട്ട് അവിടുന്ന് ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യാം. ഇനി അത് ആവശ്യമില്ല, കാരണം ഇത് TV ആയി മാറാൻ പോകും. നമുക്ക് LED സ്ക്രീൻ വെച്ച് TV ആക്കാം. അല്ല, നമ്മൾ ഇതന്നെ സ്ക്രീൻ
ഇത് ടി വി തന്നെ ആക്കാൻ പറ്റും. ഗ്ലാസ് തന്നെ ടി വി ആവും. വേറെ ടി വി വെക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇതന്നെ ടി വി ആയി മാറും. അതായത് ഇൻ ഫ്യൂച്ചർ മോഷൻ സെൻസർ, ടച്ച് സെൻസർ ഒക്കെ കൈ കൊണ്ടൊക്കെ മാറ്റി കളിയാ സമയത്തൊക്കെ നമ്മളിങ്ങനെ വേവ് ചെയ്യുമ്പോ ടി വി ആയി മാറും. അതെ, അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ലോകം ലോകം മാറുന്നു, നമ്മളും മാറുന്നു. ഇന്റലിജൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എഐയുടെ സാങ്കേതിക അത്രത്തോളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് തെരഞ്ഞെടുക്കാൻ കാരണം. ഇനി ഒരിക്കലും ഗ്ലാസ് ആണ് ഫ്യൂച്ചർ, എഐ ആണ് ഫ്യൂച്ചർ. ഗ്ലാസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഗ്ലാസ് ഫെയ്ഡ് ആവുന്നില്ല, ഗ്ലാസ് നിലച്ചു പോകുന്നില്ല, ഗ്ലാസിന്റെ സ്റ്റൈലിഷ് മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും, ഒരിക്കൽ നിങ്ങൾ ഇത് ചെയ്താല് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു കിച്ചൺ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ലീക്കോപ്പ 2300 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തിലും നമ്മൾ സർവീസ് ചെയ്തു. വെറും 2300 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് അടിപൊളി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഉള്ളിലേക്ക് പോയി, മറ്റേത് ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? ഇതിന് മുകളിലേക്ക് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ? അതായത് ഇതൊരു ഇന്നോവേഷൻ തന്നെയാണല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്നോവേഷൻ എന്ന് പറയാം ലീക്കോപ്പയുടെ വക. ആ ഒരു സംഭാവന ലീക്കോപ്പയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ ആര് കോപ്പി അടിച്ചാലും പ്രശ്നമില്ല, നമ്മളിത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരുപാട് വേർഷൻസ് മാർക്കറ്റിൽ ഇറങ്ങാനുണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള അങ്ങനെ ഒരുപാട് വേർഷൻസ്. ഇനി ഇന്നോവേഷൻ നമ്മുടെ വേൾഡ് മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരാനുണ്ട്. കിച്ചണിലേക്ക് വരും. ഇതിപ്പോ തുടങ്ങിയിട്ടല്ലോ, ജസ്റ്റ് ഒരു ആരംഭം. 1 ഇയർ കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ. പിക്ചർ അഭി ബാക്കി ഹെ ബായി. ലീക്കോപ്പയുടെ ഒരുപാട് സാധനം കാണാനുണ്ട്. ഇതിപ്പോ നമ്മളിപ്പം ജസ്റ്റ് ഒരു മിനി മോഡൽ കേട്ടോ. ഇത് നമ്മള് ഇതിങ്ങനെ അമർത്തുമ്പോ പോയി ടച്ച് മൊബൈലിലാണ് കൈയോടെ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതാ കുപ്പി ഒളിപ്പിച്ചൊക്കെ വളരെ എളുപ്പമാണ്. ഇതാര് വന്ന് കണ്ടാലും ഇതൊക്കെ സംഭവം ഒന്നുമില്ല. ഇത് നിങ്ങൾ പറയാണ്. പിന്നെ നിങ്ങളൊരു സുഹൃത്ത്, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അത്യാവശ്യം വാട്ടീസ് വേണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നു, വീട്ടിൽ നിങ്ങളില്ല, അപ്പൊ പറയുന്നു ഇവിടെ നീയല്ലേ പറഞ്ഞ സംഭവം ഉണ്ട്, നീ വന്ന സാധനം അടിപൊളിയായിട്ട് തരുന്നുള്ളത് എവിടെയല്ലേ ചോദിക്കുമ്പോ നിങ്ങൾ പറയും ഇന്ന സാധനത്തിന്റെ മുമ്പിൽ പോയിന്നോ 1 മിനിറ്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്താക്കും? ഹലോ സിരി ഫോൺ ഇങ്ങനെ എടുക്കും, ഇതിന്റെ അകത്ത് നിന്ന് ശ്രദ്ധിക്കണേ, ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് തൊട്ടാ മതി. അപ്പൊ താഴേക്ക് സാധനം വരും. അതായത് സ്കോച്ച് വേണോ, റമ്മ് വേണോ, ജിന്ന് വേണോ, വോഡ്ക വേണോ, ബിയർ വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് പറയുന്നത് മാത്രമാണ് അല്ലെ? നമ്മൾ കോമഡി ആയിട്ട് പറയുന്നത് അല്ല, ഉപയോഗിക്കാൻ പറ്റും. ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ടല്ല, ഇത്രയും നല്ലൊരു സാധനം ചെയ്തതിൽ നന്ദി കേട്ടോ. ഇപ്പോ ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഇത് സർപ്രൈസ് ആണോ അല്ലയോ എന്നുള്ളത് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും, കാരണം ഇതുവരെ സാധനം ഞാൻ കണ്ടിട്ടില്ല, ഇല്ല, ഇത് ഇന്ത്യയിൽ വന്നിട്ടില്ല. പിന്നെ കാണും. അതായത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള ബ്ലമ്മിന് പോലും ഇതില്ല. അതിന്റെ അഡ്വാൻസ് നിങ്ങൾ അത്രയും ഉയർന്ന് ചിന്തിച്ചു, ഉയർന്ന് പ്രവർത്തിച്ചു. അപ്പോ വിശ്വസിക്കാം, ഇനിയുള്ള ഫ്യൂച്ചർ ഗ്ലാസ് ആണ്. ലീക്കോപ്പയുടെ കൂടെ 2300 രൂപക്ക് നിങ്ങളുടെ വീട്ടില് ഇതുപോലത്തെ ഗ്ലാസ് കിച്ചൺ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യുക. അതായത് ഇനിയൊരു വീട് നിങ്ങളൊരു വീട് സ്വപ്ന വീട് വെക്കുമ്പോൾ തീർച്ചയായും കിച്ചൺ ചെയ്യുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് വിളിക്കുക, സംസാരിക്കുക, അല്ലെ? അഭിപ്രായങ്ങൾ മെനയുക, ചോദിക്കുക, നിങ്ങൾ എൻക്വയറി ചെയ്യുക. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ അയച്ചു തന്നാല് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കൊട്ടേഷൻ നമ്മൾ പറഞ്ഞുതരും. നിങ്ങൾ കൊട്ടേഷൻ ഓക്കെ ആണെങ്കിൽ ഞാനും എന്റെ ടീമും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മെഷർമെന്റ് എടുത്തിട്ട് എക്സാക്ട് പ്രൈസ് എത്രയാന്നുള്ളത് പറഞ്ഞുതരും. അത് വലിയ പ്രൈസ് ആയിരിക്കില്ല, വെറും 2100 സ്ക്വയർ ഫീറ്റ് വരുന്നു അല്ലെ? ഇത്രയും അടിപൊളിയായിട്ടുള്ള സാധനം. അതെ, നിങ്ങൾ വിചാരിക്കുന്ന ഏത് മോഡലും ചെയ്തുതരും, കളറും 20,000 കളർ നമ്മളുണ്ട് ചെയ്തുതരും. ഇതാണ് ലീക്കോപ്പയുടെ ശരിക്കും 2024 ലീക്കോപ്പ നൽകുന്ന ഒരു സമ്മാനമാണിത്. വെറും 2300 രൂപയ്ക്ക് അടിപൊളി ഒരു കിച്ചൺ സ്വപ്നങ്ങളിൽ മാത്രം അല്ലെ? അപ്പൊ എന്തായാലും താങ്ക് യു ഫിറോസ് ഭായ്. കാരണം അറിയാം, എന്റെ ഒരു 5-6 മാസത്തെ ചെറിയൊരു പ്രശ്നമാണ് ഇന്ന് മാറിക്കിട്ടത്. കാരണം വെച്ചാല് നമ്മൾ ആ വീഡിയോ ചെയ്ത ശേഷം ഒരുപാട് ഫോളോവേഴ്സ് ചോദിക്കുകയുണ്ടായി ഇതിന്റെ പ്രശ്നം എന്താണൊക്കെ. നമ്മൾ ഏകദേശം ഒരുപാട് എക്സ്പെരിമെന്റ് കാണിച്ചു, അത് തെളിയിച്ചു കൊടുത്തു. അത് കൂടാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു കൊടുത്തു. എന്തായാലും ഒരുപാട് നന്ദി ഭായ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു അടിപൊളി ഇന്നോവേറ്റീവ് ഐറ്റമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അതുവരെ ബൈ.